സന്നിധി തന്നിൽ നായക എന്നും. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ മറ്റൊരു സ്തുതിനെ കൂടി സ്വർഗത്തിലെ ദൈവം നമുക്ക് അനുഗ്രഹിച്ച് നൽകുന്ന എല്ലാ കൃപകൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അപ്രകാരം ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ധ്യാനിച്ച ഒരു ദിവസം ആരംഭിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്രകാരം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവിക വചനങ്ങളെക്കുറിച്ച് ധ്യാനിക്കാം. ഇന്ന് നൽകിയിരിക്കുന്നതായിട്ടുള്ള ഭാഗം വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. തിരുവചനം പറയുന്നു, അത് ഒന്നാമത്തെ മൃഗത്തിന്റെ മുമ്പാകെ അതിൻ്റെ അധികാരമെല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ ഒന്നാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു. ഇവിടെ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തില് വെളിപ്പാടുകാരനായ യോഹന്നാൻ തൻ്റെ ദർശനത്തിൽ 2 മൃഗങ്ങളെ കാണുന്നതായിട്ട് തിരുവചനം രേഖപ്പെടുത്തുന്നു. ഒന്ന്, സമുദ്രത്തിൽ നിന്നും കയറി വരുന്ന പുള്ളിപ്പുലിക്ക് സദൃശ്യമായ 7 തലയും 10 കൊമ്പുകളുമുള്ള, കൊമ്പുകളിൽ ദൂഷണനാമങ്ങളും നിറഞ്ഞിരിക്കുന്ന ഒരു മൃഗം. അതുപോലെ തന്നെ അതിനുശേഷം വെളിപ്പാടുകാരനായ യോഹന്നാൻ കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുള്ള മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്നും കയറി വരുന്നതും കാണുന്നു. ഇവിടെ തിരുവചനം പറയുന്നു, 2ാമത്തെ മൃഗം, കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുള്ളതായിട്ടുള്ള മൃഗം ഒന്നാമത്തെ മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു എന്നാണ് തിരുവചനം പറയുന്നത്. നമ്മൾ മുൻ സമയങ്ങളിൽ നിന്നൊക്കെയും വ്യക്തമായിട്ട് മനസ്സിലാക്കി, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം വെളിപ്പെടുത്തുന്ന ഒന്നാമത്തെ മൃഗം എന്ന് പറയുന്നത് പാപത്വ ശക്തിയെ പ്രദാനം ചെയ്യുന്നു, അല്ലെങ്കിൽ വീഴ്ച ഭവിച്ചതായിട്ടുള്ള സഭയെ പ്രദാനം ചെയ്യുന്നു. സത്യത്തിൽ നിന്നും വീണുപോയ ദുരാചാരങ്ങൾ കൊണ്ട് നിറഞ്ഞതായിട്ടുള്ള സഭയെ പ്രദാനം ചെയ്യുന്നു, കത്തോലിക്ക സഭയെ പ്രദാനം ചെയ്യുന്ന. എന്നാൽ ഇവിടെ 2ാമത്തെ മൃഗത്തിന്റെ പ്രത്യേകത, അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുള്ളതായിട്ടുള്ള മൃഗമാണ്. അപ്പോൾ കുഞ്ഞാട് കർത്താവ് യേശുക്രിസ്തുവിനെ പ്രദാനം ചെയ്യുന്നു. ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് കർത്താവ് യേശുക്രിസ്തുവിനെ യോഹന്നാൻ സ്നാപകൻ യോർദാൻ നദിയുടെ തീരത്ത് പരിചയപ്പെടുത്തിയ അതേ കർത്താവ് യേശുക്രിസ്തുവിനെ പ്രദാനം ചെയ്യുന്ന. അപ്പോൾ ഇവിടെ കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുള്ള മൃഗം എന്ന് പറയുന്നത് അമേരിക്കൻ ഐക്യനാടുകളെ പ്രദാനം ചെയ്യുന്നു. കാരണം അമേരിക്ക എന്ന് പറയുന്നതായിട്ടുള്ള രാജ്യം ആരംഭിക്കുന്നത് മതസ്വാതന്ത്ര്യവും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും ജനങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ടാണ്. അതുപോലെ തന്നെ ഒന്നാമത്തെ മൃഗത്തിന്റെ വീഴ്ചയ്ക്ക് ശേഷം, അല്ലെങ്കിൽ മരണകരമായ മുറിവേൽക്കുന്നതിന് ശേഷമാണ് 2ാമത്തെ മൃഗം ആവിർഭവിക്കുന്നത്. കാലഘട്ടങ്ങളും തിരിച്ചറിവുകളുടെ അടിസ്ഥാനത്തിലും ഈ 2ാമത്തെ മൃഗം എന്ന് പറയുന്നത് അമേരിക്കൻ ഐക്യനാടുകളാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കാം. എന്നാൽ ഒരു സമയത്ത് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുള്ള മതസ്വാതന്ത്ര്യവും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും നിലനിന്നിരുന്ന അമേരിക്ക പിന്നീട് മഹാസർപ്പം പാപത്വ ശക്തിയെ പോലെ പിശാചിന്റെ തന്ത്രങ്ങൾക്ക് വേണ്ടി പോരാടുന്നതായിട്ട്, അല്ലെങ്കിൽ അതിനു വേണ്ടി നിലകൊള്ളുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. ഇവിടെ തിരുവചനം പറയുന്നു, 2ാമത്തെ മൃഗം അമേരിക്ക എന്ന് പറയുന്നതായിട്ടുള്ള സാമ്രാജ്യം, 1ാമത്തെ മൃഗം പാപത്വ ശക്തികൾക്ക് തങ്ങളുടെ അധികാരമൊക്കെയും കാൽ കീഴിൽ വെച്ചുകൊണ്ട് 1ാമത്തെ മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു എന്ന് തിരുവചനം പറയുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഒരു വലിയ കപടതയുടെ, അല്ലെങ്കിൽ കള്ളത്തരത്തിൻ്റെ, ഒരു വലിയ വഞ്ചനയുടെ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് ഈ പൈശാചിക ശക്തികൾക്ക് അടിയറവ് വയ്ക്കാതെ ദൈവകൽപ്പനയും യേശുക്കളുടെ വിശ്വാസവും കാത്തുകൊണ്ടുകൊണ്ട് നമുക്കൊരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കാം. അതിനായി നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം. സ്വർഗത്തിലെ ദൈവം ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണുകളടച്ചൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായിരിക്കുന്ന അടിയുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, അന്ത്യനാളുകളിലെ പിശാചിന്റെ കപടതകൾ നിറഞ്ഞ വഞ്ചനയുടെ ലോകത്താണ് അടിയങ്ങൾ ഓരോരുത്തരും ജീവിക്കുന്നത്. അടിയങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തി അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം നയിക്കുവാൻ എൻ്റെ ദൈവം എല്ലാവരെയും ഇടയാക്കണമെന്ന് അടിയക്കായി കാൽവരിയിൽ മരിച്ചുയർത്തുന്നേക്കും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.